ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം സ്കൂൾ തുറക്കുന്ന ദിവസം കേട്ടോ, പ്രവേശനോത്സവമാണ്. ഞാനൊരു ടീച്ചറാണ്, KGയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നേരത്തേക്ക് എഴുന്നേറ്റിട്ട് ഞാൻ നേരെ അടുക്കളയൊക്കെ കയറിയത്. എൻ്റെ അടുക്കളയിലെ പണികൾ ഒരു ഇത് ഒതുക്കിയിട്ട് വേണം എനിക്ക് മുറ്റത്തോട്ട് പോകണമെങ്കിൽ കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ അടുക്കളയിൽ ചായ വയ്ക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം പണികളും കഴിഞ്ഞിട്ട് ഞാൻ മുറ്റമൊക്കെ അടിച്ച് ഫ്രഷ് ആവും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിട്ടോ, രാത്രി വെച്ച മീൻകറിയാണ്. അതിൻ്റെ പേരിൽ എന്താ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ നന്നായിട്ട് ചൂടാവട്ടെ. പിന്നെ ഞാൻ കട്ടൻ വെച്ചിട്ട് പാലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ചായ കുടിക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ചായക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കാൻ പോവേണ്ട. പിന്നെ ഇന്നെന്തോ ഭാഗ്യത്തിന് വലിയ മഴ ഒന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ഡേ സാധാരണ ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസമൊക്കെ നല്ല മഴയൊക്കെ ആയിരിക്കുള്ളൂ അല്ലേ, ചില ടൈമിൽ കേട്ടോ. എല്ലാ കൊല്ലവും ഉണ്ടാവാറില്ല. പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല തെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. അത് തന്നെ കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളായാലും നമ്മുടെ കുട്ടികളായാലും ആകെ നനഞ്ഞു കുളിച്ചൊക്കെ വരും. അപ്പോൾ ചായക്ക് പതിവ് പോലെ ഇഞ്ചിയും കുരുമുളകൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതില്ലാണ്ട് ഇവിടെ ചായ കളിപ്പിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ ഇഞ്ചി ഇല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഇഞ്ചി മേടിച്ചുകൂടെയെന്നോ എന്ന് ചോദിക്കും. ഞാൻ മറന്നു പോകും ചില സമയത്തൊക്കെ. അപ്പോൾ ഇഞ്ചിയും കുരുമുളകൊക്കെ ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. പിന്നെന്താ പറയുക, ഞാൻ വർക്ക് ചെയ്യുന്നത് ഫിഷറി സ്കൂളാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ കാരയിൽ ഫിഷറി സ്കൂളിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും ഞാനൊരു ടീച്ചറായിരുന്നു. കാരണം ഞാൻ കുട്ടികളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. എൻ്റെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം എവിടേക്കെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എൻ്റെ വീഡിയോ കാണുന്നവർ. അപ്പോൾ ചായയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചായ ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ. എന്താ ചായക്ക് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കേണ്ട ഇനി എന്താണ് മുറ്റത്തിൻ്റെയൊക്കെ അവസ്ഥ. അത് ഞാൻ നോക്കിയപ്പോൾ വലിയ മഴ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ ഒരു സമാധാനമായിട്ടുണ്ട്. മഴ ഒന്നുമില്ല, ഒരു തെളിച്ചമൊക്കെ ഉണ്ട്, വെയിലൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പുട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാണ്. പുട്ടാകുമ്പോൾ വേഗം കഴിയുമല്ലോ. പുട്ടും ഉപ്പുമാവൊക്കെ വേഗം കഴിയുന്ന പണികളാണല്ലോ. അപ്പോൾ പുട്ട് നനയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ പച്ചവെള്ളം തന്നെ ഒഴിക്കും, ചില സമയത്ത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒഴിക്കും. എപ്പോഴും എനിക്കെന്തോ ചൂടോടുകൂടി പുട്ടിന് നനയ്ക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ തോന്നുന്നു പുട്ടുപൊടി. സ്റ്റീംഡ് പുട്ടുപൊടിയാണ് മേടിക്കുക. അപ്പോൾ ചെറിയ ചൂടോടുകൂടി അങ്ങോട്ട് ഒഴിക്കും വെള്ളം. പിന്നെ കറിക്ക് ഞാൻ പരിപ്പ് ഒരു കറിയോ അല്ലെങ്കിൽ ഒരു ഒലത്ത് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒലത്തായിട്ട് വെക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഏട്ടന് ഇഷ്ടം പരിപ്പ് കുറച്ചും കൂടി നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് കറി വെക്കുന്നതാണ്, പരിപ്പ് ചാറ് പോലെ വെക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനിന്ന് ഒലത്തുണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ പരിപ്പ് അതിന് സമ്മതിച്ചില്ല, പരിപ്പ് വെന്ത് പോയി. അപ്പോൾ പുട്ടുപൊടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് നനച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കേട്ടോ. അപ്പോൾ പരിപ്പ് കുക്കറിലിട്ട് വെക്കാൻ പോവാണ്. പിന്നെ ഏട്ടൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഏട്ടൻ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കും. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റുണ്ടായി. ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പം നമ്മൾ നേരത്തെ പോകണമല്ലോ. അവിടെ ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് സ്കൂളിൽ. ക്ലാസ് റൂമൊക്കെ ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. പിന്നെ പുതിയ പുതിയ കുട്ടികളെ സ്വീകരിക്കണ്ടേ. അപ്പോൾ പുട്ടിനുള്ള നാളികേരമൊക്കെ ചിരകി പുട്ടുപൊടിയൊക്കെ നനച്ച് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ആവി കയറ്റുന്നത്. പുട്ട് കുടുക്കയ്ക്ക് ചെറുതായിട്ടൊന്ന് ഒരു ഓട്ട വന്നിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ചോരും. അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇടിയിൽ ചെമ്പിൽ തന്നെയാണ് വെക്കൽ. തട്ടിയിൽ ഇങ്ങനെ പൊടി ഇട്ടിട്ട് മൊത്തത്തിൽ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പം ഞാൻ ഓർത്തു എന്തായാലും ചിരട്ടപ്പുട്ടിൻ്റെ അച്ചുണ്ടല്ലോ, അപ്പോൾ അതിൽ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് വെന്ത് കണ്ടോ, എൻ്റെ ഫേസ് കണ്ടോ ഇതുകൾ. കാരണം ഞാൻ ഇത് ഒരൊലത്ത് പോലെ അധികം വേവിക്കാണ്ട് ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തേട്ടാ. പക്ഷേ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തു. 3 വിസിലെങ്ങാണ്ട് അടിച്ചുള്ളൂ. പരിപ്പായതുകൊണ്ട് 3 വിസിൽ തന്നെ മതിയല്ലോ നന്നായിട്ട് വെന്ത് കുറുകാനായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു മാതിരിയായി. എന്നാലും കുഴപ്പമില്ല, ഏട്ടന് ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ പരിപ്പ് കാച്ചാൻ വേണ്ടി ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ ഉണക്കമുളക് ഇടണ്ട. പിന്നെ ഉള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ എൻ്റെ ഒരു ഉള്ളി കുഞ്ഞു ഉള്ളികളാണ്, അതിൻ്റെ പേരിൽ നന്നാക്കി വരുമ്പോൾ സമയം പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സവാള തന്നെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വാതിലൊക്കെ തുറന്ന് മുറ്റത്ത് പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കുളിച്ച് ഫ്രഷ് സാരി കൊടുത്ത് പോകാൻ റെഡി ആവണം. അപ്പോൾ അതിൻ്റെ പുട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത പുട്ട് വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ വിശേഷങ്ങൾ, എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഇപ്പം എന്തായാലും മഴ തന്നെയാണ് എല്ലായിടത്തും.
മഴ പിടിച്ചിട്ടുണ്ട്. നല്ല വെയിലൊക്കെ ആയിരുന്നില്ലേ നമ്മൾ ഇത്രയും നാളും. അപ്പം നമ്മ ഒരു മഴ കിട്ടണേ, മഴ പെയ്യണേന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നല്ലേ. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ? മഴ ഡെയിലി ഇങ്ങനെ ആകുമ്പോൾ എനിക്കൊക്കെ വെച്ചാൽ മഴ ഡെയിലി വരുമ്പോൾ നമുക്ക് മുറ്റത്ത് തന്നെ ഇറങ്ങാൻ തോന്നില്ല. അതുപോലെ ഇരിക്കുള്ളൂ. ഒരുപാട് ഈ പറഞ്ഞ പോലെ കച്ചറൊക്കെ ആയിരിക്കുള്ളൂ അല്ലേ മുറ്റത്ത്. ഈച്ചകൾ, പ്രാണികൾ, പിന്നെ ഇങ്ങനെ നനഞ്ഞൊക്കെ കിടക്കുമ്പോൾ കൊതു, അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ അവസ്ഥ അല്ലേ. അപ്പം നമുക്കൊരു വെറുപ്പൊക്കെ തോന്നും. പക്ഷെ വെയിലാണെങ്കിൽ നമുക്ക് ചൂടെടുക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നല്ലേ. അപ്പോൾ അതിൻ്റെ പരിപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാച്ചാൻ്റെ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് പരിപ്പൊക്കെ അതിലങ്ങോട്ട് കൊട്ടിയിട്ട്, ഇപ്പം തന്നെ കണ്ടാലറിയാം നിങ്ങൾക്ക് പരിപ്പ് ഇങ്ങനെ വെന്തുടഞ്ഞിട്ടുണ്ടെന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പൊക്കെ നോക്കേണ്ട. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ചുകൊണ്ട് പറയില്ല കേട്ടോ, പരിപ്പ് കുഴപ്പമൊന്നുമില്ല. കറി പുട്ടിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. അപ്പം എൻ്റെ പുട്ട് 2 സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പുട്ടും കൂടിയും കുറച്ച് പുട്ട് കൂടിയും പൊടിയും കൂടെയും ബാക്കി ആയതുകൊണ്ട് ഒരെണ്ണത്തിനും കൂടെ വെച്ചു. പിന്നെ ഞാൻ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുക കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് രാവിലെ വെള്ളം ചൂടാക്കി കുളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എത്ര ചൂടായാലും തണവായാലും കാലത്തത്തെ എൻ്റെ കുളി ചൂടുവെള്ളത്തിലായിരിക്കുള്ളൂ. ഒരുപാടൊന്നും ചൂടാക്കില്ല കേട്ടോ, കുറച്ച്. ഇപ്പം ഞാൻ വാതിലൊക്കെ തുറന്ന് നോക്കിയാണ് കേട്ടോ, മുറ്റമൊക്കെ അടിക്കണ്ടേ, തുറന്ന് നോക്കിയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാവേ. കണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ ആത്തച്ചക്ക തന്നെയല്ലേ പറയാം. അപ്പോൾ അതായിട്ടുണ്ട്. ആദ്യമായിട്ട് ആയതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുട്ടൊക്കെ ഇടും, പക്ഷേ കൊഴിഞ്ഞു പോകാറുണ്ട്. ഫസ്റ്റ് ടൈമാണ് അത് പിടിച്ചത്. അപ്പോൾ എനിക്ക് സന്തോഷമായത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ പല്ലേപ്പും വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞതാ സാരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ട. ഫസ്റ്റ് ഡേ പോകുന്നല്ലേ, അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഐശ്വര്യത്തോടു കൂടി ആവട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്കൂളിലെ യൂണിഫോം സാരിയാണ് കേട്ടോ. എല്ലാ കൊല്ലവും യൂണിഫോം സാരി എടുക്കാറുണ്ട്. ആനുവൽ ഡേ ഒക്കെ എടുക്കും നമ്മൾ. എന്നിട്ട് നമ്മളത് പ്രവേശനോത്സവത്തിൻ്റെ അന്നും ആ സാരി തന്നെയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ സാരി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എപ്പോഴും സാരി എടുക്കുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി അങ്ങനെ ചിലപ്പോൾ ഒരു ടൈപ്പ് എടുക്കുമ്പോൾ അത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ കളറും അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ എടുക്കുകയാണ് കേട്ടോ. പുട്ടും പരിപ്പ് കറിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ ചോദിക്കണം മതിയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, കുറച്ചും കൂടി എടുക്കണം എന്നൊക്കെ ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പുട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ കഴിക്കാനുള്ള ടൈമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. വേഗം പോകണം, അതിൻ്റെ പേരിൽ തന്നെ ഞാൻ വേഗം കുറച്ച് കഴിച്ചു. അങ്ങനെ പോവാൻ റെഡിയായി, ഹെൽമെറ്റൊക്കെ വെക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് പുല്ലൊക്കെ കൂടിയിട്ടുണ്ട് മുറ്റത്ത്. അത് മഴയൊക്കെ പിടിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഞാൻ നേരെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ, ബൈ ബൈ, സീ യു.